ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നല്ല തനിനാടൻ രുചിയിലുള്ള രസം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. സാധാരണ നമ്മൾ കല്യാണ വീട്ടിൽ കഴിക്കുന്ന പോലുള്ള രസത്തിൻ്റെ റെസിപ്പിയാണിത്. നമുക്കിതിനു വേണ്ടി ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3/4 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 7-8 കഷ്ണം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കായപ്പൊടിയും 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല ഫൈനാകുന്നതുവരെ പൊടിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പൊടിച്ചാൽ നന്നായിട്ട് ഫൈനായി കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഞാനിവിടെ അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രസത്തിന് ആവശ്യമായ പുളിവെള്ളം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളിയെടുത്ത് അതിലേക്ക് 200 ml വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് കുതിർക്കണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി പിഴിഞ്ഞ് നമുക്ക് പുളിയിലുള്ള മാക്സിമം ജ്യൂസും എടുക്കണം. അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന പുളിയുടെ ഭാഗം നമുക്ക് കളയണം. ഇനി നമുക്ക് 2 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കണം. ഒരു ചട്ടി നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം കടുക് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിനി ഇതിലേക്കൊരു പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളി വേവിക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമോ വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. നമ്മൾ തക്കാളി ഇടുമ്പോഴത്തേക്കും ഒന്നുകിൽ ഹൈ ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമോ വെക്കുന്നതാണ് നല്ലത്. ലോ ഫ്ലെയിം വെച്ചാൽ ഒരുപാട് വെള്ളം തക്കാളിയിൽ നിന്ന് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ അത് വേവിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളി ഒരുപാട് വെള്ളമില്ലാണ്ട് വെന്ത് കിട്ടും. അത്യാവശ്യം വെള്ളം പറ്റുന്നവരെ നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ തക്കാളി ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഒരു 2-3 മിനിറ്റ് സമയം എടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ മല്ലിപ്പൊടിയും പെരിഞ്ചീരകമൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുളക് പൊടിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഇങ്ങനെ നമുക്ക് പൊടികളൊക്കെ വേവിക്കേണ്ടത് കൊണ്ടാണ് തക്കാളി വേവിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കണമെന്ന് പറഞ്ഞത്. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 400 ml വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള രസമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് 400 ml വെള്ളം ചേർത്തത്. നിങ്ങൾക്ക് ഇച്ചിരി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 300 ml വെള്ളം ചേർത്താൽ മതി. ഇനി രസം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം കുറക്കാതെ തന്നെ ഒരു 2-3 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് തിളപ്പിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ വേവിക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാം. ആ സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. രസം ഒത്തിരി കുറുകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ മാത്രമല്ല, നമ്മൾ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് രസം എടുത്ത് അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കുടിക്കാൻ അടിപൊളി രുചിയാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.